ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരക്കച്ചാറിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ മധുരമുള്ള അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാരക്കച്ചാറൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ കാരക്ക എടുത്തിട്ടുണ്ട്, 500 ശർക്കര, ആവശ്യത്തിന് കറിവേപ്പില, കടുക്, ഏലക്കായ, കുരുമുളക് പൊടി, അച്ചാർ പൊടി, വെളിച്ചെണ്ണ, സുർക്ക, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരല്പം ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് അച്ചാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചീന്തി വെച്ചിട്ടുള്ള കാരക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ഏലക്ക ചതച്ചത് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ജീരകം, ½ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ച് കൊടുക്കാം. മധുരം കുറവുള്ളതുകൊണ്ട് 2-3 ശർക്കര കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ബാലൻസിന് വേണ്ടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എസൻസോ അല്ലെങ്കിൽ സുർക്കയോ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അധികം ടൈറ്റായിട്ട് അച്ചാർ വേണമെങ്കിൽ നമുക്ക് എസൻസ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ല കുറച്ച് ലൂസിൽ കിട്ടണമെങ്കിൽ സുർക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള കാരക്കച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണാം. അപ്പോൾ അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.